അയോധ്യാകാന്ഡത്തിലെ ആദ്യത്തെ 3 സർഗം വരെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ശ്രീരാമചന്ദ്രന് 25 വയസ്സ് ആയി. വിവാഹം കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞു. ആ ഒരു വ്യാഴവട്ടക്കാലം കൊണ്ട് അച്ഛനെ ഭരണകാര്യത്തിലെല്ലാം സഹായിച്ചും രാജ്യഭരണത്തിൻ്റെ സൂക്ഷ്മമായ നിയമങ്ങളെ പഠിച്ചും പ്രജകളെ മനസ്സിലാക്കിയും നേരത്തെ മനസ്സിലാക്കിയ രാഷ്ട്രബോധവും ഭൂമി ഭക്തിയുമൊക്കെ ശ്രീരാമഭദ്രനെ കൂടുതൽ അനുഭവങ്ങൾ നൽകി. ഇവിടെ ദശരഥന് 85 വയസ്സായി, പ്രായമായി. മനസ്സിൽ പലതരത്തിലുള്ള വിഷമങ്ങളുണ്ട്, ഉദ്വേഗങ്ങളുണ്ട് അദ്ദേഹത്തിന്. ഈ ഉദ്വേഗങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കർമ്മങ്ങളുമായി വലിയ ബന്ധമുണ്ട്. അത് നമുക്ക് വഴിയെ മനസ്സിലാക്കണം. ദശരഥനെ പറ്റി എന്ത് കേൾക്കുമ്പോഴും അവിടെ നമ്മൾ ഉണ്ടാകുന്നതും നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ ദുഃഖം, വിഷമങ്ങൾ, ഉദ്വേഗങ്ങൾ ആരും സമ്മാനിക്കണതല്ല. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത കർമ്മഫലം തന്നെയാണ് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ദശരഥനെ കുറേ അധികം അടുത്ത് മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പം ഇന്ന് ഒരു 10-12 സർഗങ്ങളാണ് നമ്മൾ പരിചയപ്പെടുക. അതൊരു സിനിമ കാണുന്നത് പോലെ തന്നെ കാണണം. കാരണം ഇവിടെ ഇനി പറയുന്ന ഓരോ കഥകളും ഓരോ വാക്കുകളും ചിലപ്പോൾ ഒരു 10 സർഗത്തിനപ്പുറത്താണ് അതിൻ്റെ ഉത്തരം കിട്ടുകയുള്ളൂ. അപ്പോൾ ഓരോന്നിനും ഇവിടെ പ്രസക്തിയുണ്ട്. കാരണം അതിൻ്റെ ഒരു ഉത്തരം നമുക്ക് കുറച്ചുകൂടി യാത്ര ചെയ്താലേ മനസ്സിലാക്കാൻ പറ്റും. ശ്രീരാമനെ യുവരാജാവായി വാഴിക്കണമെന്ന ആഗ്രഹം ദശരഥന്റെ മനസ്സിൽ വന്നു. അത് സ്വയമേവ രാമന്റെ മഹിമയെക്കുറിച്ചൊക്കെ ചിന്തിച്ച് അതിന് പ്രാപ്തനാണ് എന്നുറപ്പിച്ചു. ഈ പ്രാപ്തി എന്ന് പറയുന്ന ഒന്ന് അത് ഉണ്ടാക്കിച്ചെടുത്തതാണ് രാമനിൽ എന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ഒരു രാമനെ സൃഷ്ടിക്കുകയായിരുന്നു. രാമൻ ജനിച്ചപ്പോഴേ തന്നെ ഒരു എക്സ്ട്രാ ഓർഡിനറി അല്ല. രാമൻ തൻ്റെ കർമ്മങ്ങളെ സൂക്ഷ്മമായി ശ്രദ്ധിച്ച് കിട്ടിയ അവസരങ്ങൾ ഓരോന്നിനെയും തൻ്റെ ജീവിതത്തിൻ്റെ കർമ്മത്തിന് വേണ്ടി, തൻ്റെ ധർമ്മത്തിന് വേണ്ടി വികസിപ്പിച്ചു. നമ്മൾ അങ്ങനെ ചെയ്യുന്നതിനെയൊക്കെയാണ് നമ്മൾ ഈ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്നത്. ലോകത്തിൽ ആരും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ജനിക്കുന്നില്ല. എല്ലാവരും അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ചെയ്യുന്ന അതേ കാര്യം അവർ ചെയ്യും. പക്ഷെ അതിൽ ഒരു പദം മുന്നിൽ നിന്നായിരിക്കും അവർ ചെയ്യുക. എല്ലാവരും ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി അതിനൊരു ഭംഗി ഉണ്ടായിരിക്കും അവർ ചെയ്യുമ്പോൾ. ഇത് പറയുമ്പോൾ മനസ്സിൽ വന്ന ഒരു കാര്യം, നമ്മൾ ഈ എറണാകുളം ഭാഗങ്ങളിലൊക്കെ പോയിട്ടുണ്ട് എങ്കിൽ അവിടെയാണ് ഞാൻ കൂടുതൽ കണ്ടത്. തെക്കൻ കേരളത്തിലേക്ക് അധികം പോകുന്ന സമയത്തും കൂടുതലുണ്ട്. ഈ പലതരത്തിലുള്ള ദോശകളൊക്കെ ഉണ്ടാക്കുന്ന കടകളുണ്ട്. എറണാകുളത്ത് പാലാരിവട്ടത്തിന് സമീപത്ത് പഴയ കാലത്തൊരു 55 തരം ദോശ കിട്ടുന്ന ഒരു കടയുണ്ടായിരുന്നു. 55 തരം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ദോശ ഉണ്ടാക്കുമ്പോൾ കരിഞ്ഞത്, ചുളിഞ്ഞത് ഇതൊന്നുമല്ല. 55 തരം ടേസ്റ്റ് ഉണ്ട്, സ്വാദുള്ള ദോശകൾ ഉണ്ടാക്കുന്ന ഒരു കട. നമ്മൾ ആ കടയിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നാൽ പലതരത്തിലുള്ളതെല്ലാം അവിടെ ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് പറയാം. നല്ല സ്വാദാണ്. അങ്ങനെ ഒരു ദിവസം അവിടെ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ പോയ സമയത്ത് അങ്ങനെ കാത്തു നിന്നു. അപ്പോഴാണ് 2 പേർ വന്നു. അതിലൊരാൾ ഈ ദോശ ഉണ്ടാക്കുന്നയാളോട് പറഞ്ഞു, 2 ദോശ കേട്ടോ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ നമുക്ക് ആ കട മനസ്സിൽ വന്നാൽ അറിയാം. വലിയ നെരിപ്പോടാണ്. അതിൻ്റെ അടുത്ത് ഒരു വലിയ പാത്രത്തിൽ ദോശമാവ് ഇരിക്കുന്നുണ്ട്. അതിലൊരു ചെറിയ പാത്രത്തിൽ ഇത് കേട്ട വഴിക്ക് അദ്ദേഹം ആ ദോശമാവ് എടുത്ത് ആ നെരിപ്പോടിൻ്റെ അതിൻ്റെ മുകളിൽ ഒഴിച്ച്
ആ പാത്രത്തിന്റെ അടിഭാഗം കൊണ്ട് അതിനെ ഒന്ന് പതുക്കെ ഒന്ന് പരത്തി. വീണ്ടും ഒരു പാത്രം എടുത്തു, ഒഴിച്ചു, ഒന്ന് പരത്തി. കുറച്ച് കഴിഞ്ഞ് അത് തിരിച്ചിട്ട് 2 ദോശ ഒരു പ്ലേറ്റിൽ വെച്ച് കുറച്ച് കറി ഒഴിച്ച് അദ്ദേഹത്തിന് കൊണ്ടു കൊടുത്തു. വീണ്ടും തനിക്ക് അടുത്ത ഒരു ഓർഡർ കിട്ടാൻ വേണ്ടി അദ്ദേഹം തയ്യാറായിരുന്നപ്പോൾ അടുത്ത ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു നെയ്റോസ്റ്റേ എന്ന് പറഞ്ഞു. നെയ്റോസ്റ്റൊക്കെ അറിയാമല്ലോ. അപ്പൊ അദ്ദേഹം വീണ്ടും അതേ മെറ്റീരിയൽ തന്നെ എടുത്തു. ആ ദോശമാവ് 1.5 പാത്രം എടുത്തു, ഒരു പാത്രം ഫുള്ള്, പിന്നെ ഒരു അരപാത്രം കൂടി എടുത്ത് നല്ല പോലെ അങ്ങ് പരത്തി, കടലാസ് കനമാക്കി, നല്ല പോലെ മൊരിയിപ്പിച്ചു. നെയ്യാണെന്നും പറഞ്ഞ് കുറച്ച് ഡാൽഡയൊക്കെ ഇങ്ങനെ ഒഴിക്കണ കണ്ടു. എന്നിട്ട് അതിനെ എടുത്തൊരു തൊപ്പി പോലെയാക്കി. എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുവച്ചു. നേരത്തെ 2 പാത്രം നിറയെ മാവ് കൊണ്ടുണ്ടാക്കിയ 2 ദോശ കഴിച്ചയാള് ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, 2 ദോശയ്ക്ക് എത്രയാ? അദ്ദേഹം പറഞ്ഞു 8 16 രൂപ എന്ന് പറഞ്ഞു. ഓ ശരി. നെയ്റോസ്റ്റ് കഴിച്ചു വന്ന ആള് ചോദിച്ചു, ഇതിനെത്രയാ? 80 രൂപ എന്ന് പറഞ്ഞു. 2 പാത്രം നിറയെ മാവ് കഴിച്ചയാൾക്ക് 16 രൂപയും 1.5 പാത്രം ദോശമാവ് കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ നെയ്റോസ്റ്റിന് 80 രൂപയും വന്നപ്പോൾ നെയ്റോസ്റ്റിന്റെ വാല്യൂ കൂടി. എങ്ങനെ കൂടി? സാധാരണ ദോശയിൽ നിന്ന് ഭിന്നമായി അത് നെയ്റോസ്റ്റ് ആയി തീരാൻ എന്തൊക്കെ ഇദ്ദേഹം എക്സ്ട്രാ ചെയ്തു? നല്ല പോലെ പരത്തി, കടലാസ് കനമാക്കി, അതിൽ നമ്മളെ പറ്റിച്ച് ഡാൽഡ ഒഴിച്ചു, അതിനൊരു രൂപമൊക്കെ മാറ്റി നല്ല ഭംഗിയിൽ നമ്മുടെ അടുത്ത് കൊണ്ടുവച്ചു. നോക്കൂ, ഇത്രയുള്ളൂ. ഈ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമ്മുടേതായ ഈശ്വരന്റെ അദൃശ്യമായ ഒരു കയ്യൊപ്പ്, നമ്മുടെ ഒരു കയ്യൊപ്പ് വേണം. അത് നമ്മൾ കുറച്ചുകൂടി ഭംഗിയാക്കിയാൽ അതിന് വാല്യൂ കൂടും. വാല്യൂ കൂടണമെങ്കിൽ എന്നും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അതിനെങ്ങനെ കൂടുതൽ ഭംഗിയാക്കാം എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് എത്ര വാല്യൂ കൂടിയെന്ന് നോക്കൂ. ഈ ഒരു എക്സ്ട്രാ ഓർഡിനറി ആകാൻ ശ്രീരാമചന്ദ്രൻ തന്റെ ജീവിതത്തിൽ ചെയ്ത കർമ്മങ്ങള്, അതാണ് കഴിഞ്ഞ ദിവസം വീണ്ടും വീണ്ടും പറഞ്ഞത്. ഇത് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമാണ് ലോകത്തിൽ എല്ലാവരും സാധാരണ ജനിക്കുന്നു. നാരായണ ഗുരുദേവന്റെ ഭാഷയിൽ പറഞ്ഞാൽ പുണർന്നു പെറുമെല്ലാവരും. പുണരാണ്ട് ഇതുവരെ ആരും പ്രസവിച്ചിട്ടില്ല. എല്ലാവരും ഒരുപോലെയാണ് ജനിക്കുന്നത്. അങ്ങനെ ജനിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ. പക്ഷെ ചിലരെന്താ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആകുന്നേ? ഒറ്റ കാരണമേ ഉള്ളൂ, അവരുടെ ഓരോ പ്രവൃത്തിയിലും നമ്മൾ ചെയ്യുന്നതിലും ഭംഗിയായി അവർ ചില കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാവരും എഴുതുന്നു, ചിലർ എഴുതുമ്പോൾ എന്തൊരു ഭംഗിയാ നോക്കൂ. എല്ലാവരും വസ്ത്രം ധരിക്കുന്നു, ചിലർ വസ്ത്രം ധരിക്കുമ്പോൾ എങ്ങനെയാ ഇത്ര നല്ല ഭംഗി വരുന്നേ? എല്ലാവരും ചിരിക്കുന്നു, ചിലർ ചിരിക്കുമ്പോൾ എങ്ങനെയാ ഇത്ര ഭംഗി വരുന്നേ? എല്ലാവരും പെരുമാറുന്നു, എല്ലാവരും സംസാരിക്കുന്നു, എല്ലാവരും ചായ വെക്കുന്നു, എല്ലാവരും സാമ്പാർ ഉണ്ടാക്കുന്നു. എന്തേ ചിലർക്ക് മാത്രം? അവർക്ക് അവരുടേതായ ചില എക്സ്ട്രാ അവർ ചെയ്യുന്നു, അതിന് വാല്യൂ കൂടുന്നു. ഇതാണ് നമ്മൾ ഈ മഹാപുരുഷന്മാർ, ഭഗവാൻ, ദൈവം എന്നൊക്കെ പറയുമ്പോൾ സർവ്വസാധാരണക്കാരെ പോലെ തന്നെ ജനിച്ച് തൻ്റെ ജീവിതത്തെ വളരെയേറെ തൻ്റെ ലിമിറ്റേഷൻ മനസ്സിലാക്കുന്നു. ആ ലിമിറ്റേഷൻ ആരാണോ ബ്രേക്ക് ചെയ്യുന്നത് അവർ എക്സ്ട്രാ ഓർഡിനറിയാണ്. നമ്മുടെ ലിമിറ്റേഷൻസ് നമുക്കറിയാമല്ലോ, നമ്മുടെ ദൗർബല്യം എന്താ നമുക്കറിയാം. പക്ഷെ ഈ ദൗർബല്യത്തെ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നുണ്ടോ? നമ്മുടെ മക്കളുടെ ദൗർബല്യത്തെ ബ്രേക്ക് ചെയ്ത് അവൻ അതിനെയും വിജയിച്ചാൽ അവൻ ഈ ലോകത്തിൽ മറ്റാരേക്കാളും മുൻപിൽ പോകും. അതിനുള്ള സാധ്യതകൾ കണ്ടെത്തി മക്കളിൽ അവരവരുടെ വീക്ക്നെസ് എന്താണോ, ദൗർബല്യം എന്താണോ, അതിനെ ബ്രേക്ക് ചെയ്യാൻ പഠിപ്പിക്കണം. അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു കുഞ്ഞിന് ഹാഫ് ഇയർലി എക്സാം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന് 94 മാർക്ക് കിട്ടി. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും പ്രതീക്ഷിച്ചു 100 മാർക്ക് അല്ലെങ്കിൽ 98% മാർക്ക് മേടിച്ച് A1 വാങ്ങും. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ A+ വാങ്ങും. അപ്പോൾ ഈ കുഞ്ഞിന് ഇത്രയും മാർക്ക് കിട്ടും. എന്നാൽ മറ്റൊരു കുഞ്ഞ് 40% മാത്രം മാർക്കേ ഉള്ളൂ. എനിക്ക് കൂടുതൽ നല്ല ഭാവിയുണ്ട് എന്നൊരു തോന്നൽ വരികയും ആരുടെയോ വാക്കുകളിൽ ആ പ്രേരണയിൽ പ്രചോദിതനായി ഈ കുഞ്ഞ് കൂടുതൽ സമയം കൊടുത്തിരുന്ന് പഠിക്കാൻ തയ്യാറായി. അങ്ങനെ പഠിച്ചപ്പോൾ ഈ കുഞ്ഞിന് പരീക്ഷയ്ക്ക്
89% മാർക്ക് കിട്ടി. ചോദ്യം, ഇതിലാരാണ് കേമൻ? തന്റെ ദൗർബല്യത്തെ ബ്രേക്ക് ചെയ്തത് ആ കുഞ്ഞാണ്. പക്ഷെ ഈ കുഞ്ഞിനെ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? അമ്മ നീ എന്തുകൊണ്ട് അവനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിയില്ല എന്ന് പറഞ്ഞ് വഴക്ക് പറയുകയാണോ ചെയ്തത്? മറിച്ച് മക്കളോട് പറയണം, മറ്റൊരാളെ തോൽപ്പിച്ച് കിട്ടുന്നതല്ല വിജയം, മറ്റൊരാളെ രണ്ടാമതാക്കലല്ല വിജയം, മറിച്ച് അവനവന്റെ ദൗർബല്യത്തെ നമ്മൾ മറികടക്കുന്നതാണ് നമ്മുടെ വിജയം. അല്ലാതെ ഒരാളെയും തോൽപ്പിച്ചിട്ട് എനിക്ക് വിജയിക്കേണ്ട, എനിക്ക് ഒന്നാം സ്ഥാനം വേണ്ട. എന്റെ ലിമിറ്റേഷൻസ് ഞാൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒന്നാമതാകുന്നതാണ്. ഇതിന് നമ്മുടെ മക്കളോട് പറയണം, ഒരാളെ ഇല്ലാതാക്കി, ഒരാളെ വിഷമിപ്പിച്ച് മറ്റൊരാളുടെ സൗഭാഗ്യം തട്ടിയെടുക്കലല്ല. ഞാൻ സ്വയം എന്റെ ഭാവിയെ ഞാൻ കരുപ്പിടിപ്പിക്കണം. ശ്രീരാമന്റെ ജീവിതം നമ്മൾ നോക്കിയാൽ, രാമൻ സാധാരണ കുഞ്ഞ് അസാധാരണത്വം പ്രകടിപ്പിച്ചു എന്ന് നമുക്ക് തോന്നുന്നത് രാമൻ തന്റെ ജീവിതത്തിൽ ചെയ്ത തപസ് സാധനയാണ്. എന്താ സാധന? സാധ്യത അനേന. ആ വാക്കൊന്ന് മനസ്സിലിരിക്കും, നല്ലതാ. സാധന, എനിക്കൊരു സാധ്യം എന്ന് പറഞ്ഞൊരു ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരാണ് സാധന. അതായത് എൻ്റെ ലക്ഷ്യം ആ ഇരിക്കുന്ന കസേരയിൽ ചെന്നിരിക്കുക എന്നതാണ്. കസേരയിൽ ചെന്നിരിക്കണമെങ്കിൽ ഞാൻ എവിടെ ഇരുന്ന് എനിക്ക് കസേരയിൽ ഇരിക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോരാ. ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കണം, ഞാൻ നടക്കണം, എനിക്ക് അപകടം കൂടാതെ ഞാൻ അവിടെ വന്നിരിക്കണം. അപ്പോൾ നടക്കുക, എനിക്ക് അപകടമില്ലാതെ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് ചെന്നിരിക്കുക എന്നതാണ് സാധന. സാധ്യം എന്താണ്? ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ലക്ഷ്യം നേടുവാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരാണ് സാധന. അതിന് ഭസ്മം വരയ്ക്കണമെന്നുണ്ടോ? ഇല്ല. അതിന് നിങ്ങൾക്കൊരു സ്പിരിച്വൽ എന്ന് നമ്മൾ തെറ്റായി ധരിച്ച ആ ഒരു ജീവിത വൃത്തി വേണമെന്നുണ്ടോ? ഇല്ല. സദാ സർവദാ ലക്ഷ്യം ഉള്ളിലുണ്ടാകുകയും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മുടെ സാധനയിൽ വിജയിക്കുന്നത്. അതായത് എന്താണോ അത് ഏറ്റവും നന്നായി ചെയ്യുക. ചായ വയ്ക്കുകയാണോ, അതിലൊരു എക്സ്ട്രാ ഓർഡിനറി, അതിനെ ഏറ്റവും ഭംഗിയാക്കാൻ ഞാൻ പരിശ്രമിക്കണം. ഇത് രാമന്റെ കാര്യത്തിലുണ്ട്, കൃഷ്ണന്റെ കാര്യത്തിലുമുണ്ട്. പക്ഷെ രണ്ടുപേരും തമ്മിലൊരു വ്യത്യാസമുണ്ട്. മഹാപുരുഷന്മാർ ഒരിക്കലും താരതമ്യം ചെയ്യരുതെന്നാണ്. അല്ലെങ്കിൽ ലോകത്തിൽ ഒരാളെയും താരതമ്യം ചെയ്യരുത്. കാരണം ഒരാളെ പോലെ മറ്റൊരാളില്ല, ഇതുവരെ ജനിച്ചിട്ടില്ല. നീ അവനെ നോക്കി പഠിക്കുക, അവളെ നോക്കി പഠിക്കുക എന്നൊന്നും പറയരുത്. ആ കുഞ്ഞാണ്, ഈ ഭാര്യയാണ്, ഈ ഭാര്യയ്ക്ക് ആ ഭാര്യയാകാൻ പറ്റില്ല. ഓരോരുത്തരും വ്യത്യസ്തരുമാണ്. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും നമ്മൾ താരതമ്യം ചെയ്യല്ല. കൃഷ്ണനെയും രാമനെയും നമ്മൾ നോക്കി മനസ്സിലാക്കുമ്പോൾ രണ്ടുപേരുടെയും പരിതസ്ഥിതികൾ രണ്ടായിരുന്നു. രണ്ടുപേരും തമ്മിൽ 1000 വർഷത്തെ വ്യത്യാസമുണ്ട്. 1500 വയസ്സ് മൂപ്പുണ്ട് രാമന് കൃഷ്ണനേക്കാൾ. രാമൻ ജനിച്ച കാലം, കൃഷ്ണൻ ജനിച്ച കാലം, ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. രാമന് സത്യത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. കൊട്ടാരത്തിൽ ജനിച്ചു, അച്ഛനും അമ്മയും കൂടെ, പഠിപ്പിക്കാൻ ആചാര്യന്മാർ അവിടെ തന്നെയുണ്ട്, ഭക്ഷണമൊക്കെ നേരത്തിന് കിട്ടി, പുറത്തു നിന്ന് വേറെ ആ ബാലാരിഷ്ടതകളിൽ പോലും പുറത്തു നിന്ന് വേറെ അപകടങ്ങളില്ല. എല്ലാം കഴിഞ്ഞ് 13 വയസ്സായപ്പോഴേക്കും രാമനായി. ശരിയല്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. പാവം കൃഷ്ണനെ നോക്കൂ, ജനിച്ചു വീണത് ജയിലിൽ. നമ്മളൊക്കെ ഒരു ദിവസം കിടന്നാൽ മതി, അന്ന് തീരും നമ്മളുടെ ആവേശമൊക്കെ. ആ ജയിലിൽ കിടന്നു. എന്നാ പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജനിച്ചു എന്നൊക്കെ വിചാരിച്ച് അച്ഛനും അമ്മയും ജയിലിലാണ്, മകനും ജയിലിലാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അച്ഛൻ്റെയും അമ്മയുടെ കൂടെ ജീവിക്കാൻ ഭാഗ്യം ഉണ്ടായോ? ഇല്ല. ഒരു കുഞ്ഞിന് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒന്നാണ് മുലപ്പാൽ. അനിഷേധ്യമാണ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് മുലപ്പാൽ. അതുപോലും കുടിക്കാൻ ഭാഗ്യം കിട്ടിയില്ല.
ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കുടിപ്പിക്കണ്ടേ? അതിന് പോലും അവസരമില്ല. കൊടും മഴ, ഈ കാർമേഘങ്ങൾ അലറിക്കരയുന്ന ആ ഇരുണ്ട രാത്രി. അന്ന് ഈ കുഞ്ഞിനെ ജലദോഷം പിടിക്കുന്നെങ്കിൽ അച്ഛനൊരു തോന്നൽ വേണ്ടേ? മഴയും നനച്ചാ കുഞ്ഞിനെയും കൊണ്ടുപോയി. നമ്മളൊക്കെ ആണെങ്കിൽ മഴയാണെങ്കിൽ ഇന്ന് പോണ്ട എന്ന് പറയുന്നവരാണ്. എത്ര മുട്ടാളനാണ് മകനെങ്കിലും മഴയൊന്നും നനയരുത് കേട്ടോ. ഇവിടെ ആ തോന്നലും ഇല്ല, ഒക്കെ പ്രതികൂലം. ഇനി കുട്ടിക്കാലത്ത് തൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി പൊരുതുന്ന കുട്ടിക്കാലം. അദ്ദേഹത്തിനൊരു സൗകര്യങ്ങളില്ല. തൻ്റെ ജീവൻ താൻ തന്നെ രക്ഷിക്കണം, തന്നെ രക്ഷിക്കാൻ ആരുമില്ല. അപ്പോൾ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ ഞാൻ തന്നെ കണ്ടെത്തണം. ശ്രീകൃഷ്ണൻ കുട്ടിക്കാലത്ത് ചെയ്ത പ്രവർത്തികളെ നമ്മൾ ശ്രദ്ധയോടെ നോക്കിക്കഴിഞ്ഞാൽ 13 വയസ്സ് വരെ ശ്രീകൃഷ്ണൻ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഒരു കുഞ്ഞ് നടത്തിയ ഐതിഹാസികമായ പോരാട്ടം, ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ ആയിരുന്നു 13 വയസ്സ് വരെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എത്ര സുഖം നോക്കൂ. നമ്മുടെ ചുറ്റും സുരക്ഷിതത്വത്തിന്റെ വേലി കെട്ടി തിരിച്ചു വെച്ചിട്ടുണ്ട്. കൃഷ്ണൻ ഈ ഭാഗ്യമുണ്ടോ? നമ്മൾ കടലായി കണ്ണനെ കാണുവാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം ആ കടലായി കണ്ണനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ചെറുശ്ശേരിയോട് എങ്ങനെയാണ് കൃഷ്ണഗാഥയുടെ മലർക്കാവിലൂടെ യാത്ര ചെയ്യാൻ പറ്റിയത് എന്ന് ചോദിച്ചപ്പോ ചെറുശ്ശേരി നമ്പൂതിരി പറഞ്ഞ വാക്ക്, കടലായി കണ്ണന്റെ വേണുഗാനത്തിൽ മുങ്ങിപ്പൊങ്ങിയപ്പോഴാണ് ചെറുശ്ശേരിക്ക് ആ മഹാകാവ്യ ഗാഥ തോന്നിയത് എന്നാണ് ചെറുശ്ശേരി നമ്പൂതിരി പറഞ്ഞത്. കടലായി കണ്ണനെ ഭജിച്ചാണ് കൃഷ്ണഗാഥയുടെ മലർക്കാവിലൂടെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയത് എന്ന് ചെറുശ്ശേരി നമ്പൂതിരി പറയും. ആ കടലായി കണ്ണൻ 13 വയസ്സ് വരെ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയ പോരാട്ടമാണ്. ഇതൊന്നും ധർമ്മ സംരക്ഷണമൊന്നുമല്ല. അവരവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് നടത്തിയ പോരാട്ടം 13 വയസ്സ് വരെ. രാമന്റെ പഠനമൊക്കെ കഴിഞ്ഞ് വിവാഹം കഴിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ 13ാമത്തെ വയസ്സിൽ LKG ക്ലാസ്സിൽ പോവുകയാണ്, പുസ്തകമൊക്കെ കൊണ്ട്. ആലോചിച്ച് നോക്കൂ, അന്ന് പഠിക്കാൻ പോയത്. അങ്ങനെയാണ് സുധാമാവിനെ കാണുന്നത്, കുചേലനെ കാണുന്നത്. എന്തൊരു കഷ്ടം പിടിച്ച കാലാന്നു. ഇത്ര സംഘർഷമൊക്കെ കൃഷ്ണൻ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ വിഷമം എത്ര ചെറുതാ നോക്കൂ. നമ്മുടെ പ്രശ്നം എന്താ? എവിടെയോ കാലിൽ ഒരു കുഴിനഖം വന്നു, അത് ആലോചിച്ച് 3 ദിവസം വിഷമിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളെ പർവ്വതീകരിച്ച് ജീവിതത്തിന്റെ സ്വസ്ഥത കളയുക മാത്രമല്ല, കൂടെയുള്ളവരുടെ സ്വസ്ഥതയും കളഞ്ഞ് ജീവിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഈ കൃഷ്ണനെ പറ്റി ഒന്ന് ആലോചിക്കണം. പക്ഷെ എൻ്റെ ജീവിതം പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഞാൻ വിഷമിച്ച് ജീവിക്കുകയാണെന്ന് വിചാരിച്ച് കൃഷ്ണൻ കരഞ്ഞോ? മാത്രമല്ല, ഈ കൃഷ്ണനൊക്കെ ആത്മഹത്യ ചെയ്യാൻ എത്ര അവസരമായിരുന്നു എന്നറിയൂ. നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ കാരണങ്ങൾ എഴുതി കഴിഞ്ഞാൽ, പിന്നലെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു കുഞ്ഞ്, 20 വയസ്സുള്ള പെൺകുട്ടി, ഗർഭവതി, ഒരു 10-14 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. തീ കൊളുത്തി, സ്വയം കൊളുത്തി, എന്താണെന്നറിയില്ല, എന്തായാലും കുഞ്ഞ് തീർന്നു. ഈ കൃഷ്ണൻ അനുഭവിച്ചതിൻ്റെ ഒരംശം അനുഭവിച്ചിട്ടുണ്ടാവും? ഇല്ല, ഒട്ടുമില്ല. ഇവിടെയാണ് നമ്മൾ എന്തിനായി കൃഷ്ണനെയും രാമനെയും കുറിച്ച് കുഞ്ഞുങ്ങളോട് പറയണമെന്ന് പറയുന്നേ? ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിട്ട് വിജയിക്കാനും എൻ്റെ ലിമിറ്റേഷൻ ബ്രേക്ക് ചെയ്യണം. അല്ലാതെ നമ്മൾ അവന് കുട്ടിക്കാലം മുതൽ അവൻ ഇങ്ങനെയാണെന്ന് വലിയ പത്രാസ് അടിക്കരുത്. ദയവ് ചെയ്ത്. നമ്മുടെ പത്രാസ് അടി നിസ്സാരമൊന്നുമല്ല. അതെ, അവൻ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവും. കുട്ടിക്കാലം തൊട്ട് അവൻ 7 മണിക്ക് എഴുന്നേൽക്കുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെ. നമ്മുടെ കയ്യിൽ കിട്ടിയതല്ലേ, നമ്മൾ വേണ്ടേ അവർക്കൊരു ജീവിതത്തിൽ ഒരു ചര്യ ഉണ്ടാക്കാൻ. ഏതായാലും ശ്രീരാമനും ശ്രീകൃഷ്ണനും സ്വയം അവനവന്റെ ഭാവി നിർണയിച്ച് അതിനുവേണ്ടി സന്ധിയില്ലാത്ത സമരം നടത്തി തൻ്റെ ജീവിതത്തെ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തി അവരായി തീർന്നതാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ആളും ഒന്നും കൊടുത്തതല്ല. വീണ്ടും പറയട്ടെ, മക്കളോട് ഇത് പറയണം. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് പറയണം. ശ്രീരാമൻ യോഗ്യനായി എന്ന് വന്നപ്പോഴാണ് അച്ഛൻ മകനെ കുറിച്ച് ചിന്തിച്ച് രാജസദസ് വിളിച്ചുകൂട്ടി. സർവരോടും ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം പറയൂ.
എല്ലാവരുടെയും അഭിപ്രായം കേട്ടുകഴിഞ്ഞാൽ മാത്രമാണ് ശരിയായ ഒരു തീരുമാനമെടുക്കാൻ പറ്റൂ. രാജാവ് സ്വതന്ത്രനല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയണം. ശ്രീരാമചന്ദ്രനെ രാജാവാക്കാൻ, യുവരാജാവാക്കാൻ തീരുമാനിക്കുന്നു എന്ന വാർത്ത കേട്ട ഉടനെ വന്നു ചേർന്ന എല്ലാവരുടെയും മനസ്സിൽ ആനന്ദത്തിന്റെ ഓളമുണ്ടായി. മഴക്കാർ വാനിലേറുമ്പോൾ മയിലാടുന്നു കൗതുകൽ എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചില്ലേ? ആ മഴക്കാർ കാണുമ്പോൾ മയിൽ എങ്ങനെയാണോ പീലി വിടർത്തി ആനന്ദത്തോടു കൂടി നടനം ചെയ്യുന്നത്, അതുപോലെ മനസ്സിൽ ആനന്ദത്തിന്റെ ഓളമുണ്ടായി. ഞങ്ങളുടെ രാമകുമാരൻ ഇതാ യുവരാജാവാകാൻ പോകുന്നു. ദശരഥന്റെ വാക്കുകൾ കേട്ടു. അപ്പോ ദശരഥൻ ചോദിച്ചു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായം പറയൂ, നിങ്ങൾ ഒന്ന് കൂടിയിരുന്ന് ആലോചിക്കും. അപ്പൊ ഇതൊക്കെ നടക്കുന്ന സമയം മറക്കരുത്. രാവിലെ ഒരു 6 മണി, 6:30, 7 മണി സമയത്തൊക്കെയാണ് ഇത് നടക്കുന്നത്. സമയം ഓരോന്നും മനസ്സിൽ വെച്ച് വേണം ഇത് കേൾക്കാൻ. അപ്പൊ രാവിലെ തന്നെയാണ് സദസ്സ്. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഒരു സ്ഥലത്തിരുന്ന് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി അവർ ചിന്തിച്ചു, രാമനെ എന്തുകൊണ്ട് യുവരാജാവാക്കണം, അതിന് നമ്മുടെ ഭാഗത്തുള്ള അഭിപ്രായം എന്താണ്. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ചേർന്നിരുന്നതിന് ശേഷം രാജാവിന്റെ സവിധത്തിൽ ചെന്ന് അവർ പറഞ്ഞു, ഏകകണ്ഠമായി അവർ പറഞ്ഞു, ഭുജബലപരാക്രമിയായ രഘുരാമനെ രാജകീയ ചിഹ്നങ്ങളോടുകൂടി സിംഹാസനത്തിൽ ഇരുന്ന് ഞങ്ങളെ പരിപാലിക്കുന്നത് ദീർഘകാലമായി സ്വപ്നം കാണുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് അങ്ങയുടെ തീരുമാനം ഉചിതമാണ്. ഇത് കേട്ടപ്പോ ദശരഥന് വലിയ സന്തോഷം. പക്ഷെ പുറത്ത് കാണിച്ചില്ല. നമ്മളും അങ്ങനെയല്ലേ, പല സന്തോഷങ്ങളും പുറത്ത് കാണിക്കാറില്ല. കാരണം ഒരിക്കൽ കാണിച്ചു പോയാൽ പിന്നെ അത് കുഴപ്പമാണ്. ആ പുറത്തൊന്നും കാണിച്ചില്ല. ഉള്ളിലുള്ള സന്തോഷം അമർത്തി പിടിച്ചുകൊണ്ട് ദശരഥൻ ചോദിച്ചു, ഈ രാജ്യത്തെ ഞാൻ നീതിപൂർവം ഭരിക്കല്ലേ? എന്റെ ഭരണം കൊണ്ട് നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്നിട്ടും എന്റെ രാമനെ യുവരാജാവാക്കാം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പെട്ടെന്ന് സമ്മതിച്ച്, അങ്ങ് തന്നെ നോക്കിയാൽ മതി എന്നല്ലേ ശരിക്കും പറയേണ്ടത്? ഞാൻ നിങ്ങൾക്ക് വല്ല കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. എന്നിട്ടും എന്തേ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചത്? ഇത് കേട്ടപ്പോ പൗരമുഖ്യന്മാരും ജനനായകന്മാരും 4 വർണ്ണങ്ങളിൽ പെട്ടിട്ടുള്ള അവരുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നവരും, ഇതാണ് രാമായണത്തിൽ പറഞ്ഞിട്ടുള്ള വർണ്ണ. ഓരോ വർണ്ണത്തിനും ഒരു അധികാരി ഉണ്ടായിരിക്കും. 4 അധികാരികളെ ഒരുമിച്ച് ചേർത്തിട്ടാണ് എപ്പോഴും രാജാവ് ചർച്ച നടത്തുക. എന്ന് പറഞ്ഞാൽ 100 എന്നുള്ളൊരു സംഖ്യയിൽ 25% വെച്ചാണ് 4 വർണ്ണങ്ങൾ: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. 25% വീതം 4 എന്ന് പറഞ്ഞാൽ ഇതിൽ 1ാം സ്ഥാനക്കാരുണ്ടോ? ഇല്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കൂ. നമ്മുടെ പൂർവികന്മാർ ബ്രാഹ്മണന് എത്ര വില കൊടുത്തോ ആ വില ശൂദ്രനും കൊടുത്തിരുന്നു. അതുകൊണ്ട് 4 പേര് ഒരുമിച്ചായിരിക്കും. 4 പേർക്കും തുല്യ പങ്കാളിത്തമാണ് രാജസദസ്സിൽ. അപ്പോൾ എല്ലാവരും ചേർന്ന് എന്തുകൊണ്ടാണ് ശ്രീരാമഭദ്രനെ യുവരാജാവാക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഏകകണ്ഠമായി തീരുമാനിച്ചത് എന്നതിന്റെ കാരണം ഞങ്ങൾ പറയാം. രാജാവേ, രാമനെ കുറിച്ച് ഞങ്ങളൊന്ന് പറയട്ടെ. ഇനി ആ ഇരിക്കുന്ന സഭയിൽ പ്രതിനിധികളായവരുടെ അഭിപ്രായമാണ് രാമനെ കുറിച്ച്. വാൽമീകി പറഞ്ഞ അഭിപ്രായം നമ്മൾ കേട്ടു. ദശരഥൻ തന്റെ മകനെ പറ്റി ആലോചിച്ചത് നമ്മൾ കേട്ടു. ഇതാ പ്രജകളുടെ പ്രതിനിധികൾ പറയുകയാണ്, രാമൻ സദ്ഗുണങ്ങളുടെ വിളനിലമാണ്. അതാണ് ഞങ്ങൾക്ക് രാമനോടുള്ള ഇഷ്ടം. ഞാനിത് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു രാമൻ ഉണ്ടാകണം. രാമന്റെ മഹിമയാണ് സദ്ഗുണങ്ങൾ എന്തൊക്കെയുണ്ടോ ആ ഗുണങ്ങളുടെ വിളനിലമാണ് രാമൻ എന്ന് പറയുന്നത്. ദേവതുല്യനും അമേയ ബുദ്ധിമാനുമാണ് രാമൻ. മാത്രമല്ല സർവഗുണഗണങ്ങളുടെയും ആലയം അതും കൂടി രാമനിൽ പ്രശോഭിക്കുന്നത് ഞങ്ങൾ കാണുന്നുമുണ്ട്. സത്യധർമ്മപരായണനായിട്ടുള്ള ആ രാജകുമാരൻ ഇക്ഷ്വാകു വംശത്തിലെ സർവ്വരാജാക്കന്മാരുടെയും ഗുണം ഒരുമിച്ച് ചേർന്നാൽ എങ്ങനെയുണ്ടാകുമോ അത്തരമൊരു മഹാത്മാവാണ്. ക്ഷമയുടെ കാര്യത്തിൽ ഭൂമിക്ക് തത്തുല്യനാണ് ഞങ്ങളുടെ രാമകുമാരൻ. പ്രജകളുടെ ആഹ്ലാദത്തിൽ പൂർണ്ണചന്ദ്രന് സമനാണ് ഞങ്ങളുടെ രാമകുമാരൻ. ബുദ്ധിശക്തിയിൽ വ്യാഴാചാര്യന് തത്തുല്യനാണ് ഞങ്ങളുടെ
രാമൻ വീര്യത്തിൽ ദേവേന്ദ്രനും അന്തകനും തുല്യനാണ് ഞങ്ങളുടെ രാമൻ. രാമൻ മൃദുഭാഷിയും മംഗളസ്വരൂപയും സ്ഥിരഹൃദയത്തോടുകൂടിയവനും അസൂയ ലവലേശമില്ലാത്തവനുമായ വ്യക്തിത്വമാണ് ഞങ്ങളുടെ രാമകുമാരൻ. സർവചരാചരങ്ങളോടും കരുണാകടാക്ഷമുള്ളവനാണ് ഞങ്ങളുടെ രാമകുമാരൻ. ഏത് യുദ്ധത്തിലും വിജയിക്കുന്നവനാണ് ഞങ്ങളുടെ രാമകുമാരൻ. സാങ്കോപാംഗങ്ങളോടുകൂടി വേദം അഭ്യസിച്ച് വിജ്ഞാന സാഗരത്തിന്റെ മറുകര കണ്ടവനാണ് ഞങ്ങളുടെ രാമകുമാരൻ. രാമൻ എവിടെയെങ്കിലും വെച്ച് ഞങ്ങളെ കണ്ടാൽ, ഞങ്ങളെ കാണുന്ന സമയത്ത് ഒരു പിതാവ് പുത്രനോടെന്ന പോലെ വാത്സല്യത്തോടുകൂടി ഞങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും മഹാരാജാവേ. ആ ചോദ്യങ്ങൾ മക്കളൊക്കെ അനുസരണയുള്ളവരല്ലേ? ഇതാണ് രാമൻ എപ്പോ കണ്ടാലും ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യം മനസ്സിൽ ഇരുന്നോട്ടെ. മക്കളൊക്കെ അനുസരണയുള്ളവരല്ലേ? 2, പത്നിമാർ ശുശ്രൂഷാനിരതരല്ലേ? അവർ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നില്ലേ? 3, ശിഷ്യന്മാർ വിനീതരല്ലേ? ഇങ്ങനെ എല്ലാ വിശേഷങ്ങളും, വീട്ടിലെ കാര്യങ്ങൾ രാമഭദ്രൻ ഞങ്ങളെ കാണുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. ഞങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ, ആപത്ത് ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന വിപരീത അനുഭവങ്ങൾ. ആപത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന വിപരീത അനുഭവങ്ങൾ. കുന്തിദേവി കൃഷ്ണനോട് ചോദിച്ചത് ആപത്താണ് അല്ലെങ്കിൽ വിപത്താണ്. മനസ്സിലായല്ലോ? വിപത്തുക്കൾ ദുഃഖമൊന്നും ചോദിച്ചിട്ടില്ല. ഇവിടുന്ന് നുണ പറയരുത്. കുന്തിദേവി ഭാഗവതത്തിൽ ചോദിച്ചിട്ടില്ല, മഹാഭാരതത്തിലും ചോദിച്ചിട്ടില്ല എനിക്ക് ദുഃഖം തരൂ കൃഷ്ണ, ദുഃഖം തരൂ എന്ന് ചോദിച്ചിട്ടില്ല. വിപത്തുക്കള്, പ്രതികൂല സാഹചര്യങ്ങൾ എനിക്ക് നിരവധി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിക്കോട്ടെ ഭഗവാനെ, അപ്പോഴാ ഞാൻ നിന്നെ പറ്റി ഓർക്കും അല്ലേ? എന്തെങ്കിലുമൊക്കെ ഈ വിഷമങ്ങൾ വന്നാലല്ലേ ഭഗവാനെ എന്നും പറഞ്ഞ് ചിന്തിക്കുകയുള്ളൂ. ആരാ പത്ര സുഖമായിട്ടിരിക്കുന്ന ഭഗവാനെ പറ്റി ചിന്തിക്കുക? നമ്മൾ ആ സുഖത്തിൽ അങ്ങ് മതിമറന്ന് ജീവിച്ചു പോകും. അതുകൊണ്ട് കുന്തി ചോദിച്ചത് ആപത്തുകളാണ്, വിപത്തുകളാണ്, പ്രതികൂല അനുഭവങ്ങൾ എന്തുണ്ടായാലും എനിക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രതികൂല സാഹചര്യം ഞങ്ങൾ നേരിടുന്ന സമയത്ത് നിർവ്യാജമായി, ആ വാക്ക് മറക്കരുത്, ഒരു നിർവ്യാജമായി രാമഭദ്രൻ ഞങ്ങളുടെ വീട്ടിൽ വരും. ഞങ്ങളുടെ ദുഃഖത്തിൽ കുടുംബാംഗത്തെ പോലെ പങ്കുചേരും. ആരുടെ കാര്യമായി പറയണത്? നമ്മൾ ഇത്രയും കാലം ഒരു സീതയുടെ പേരും പറഞ്ഞ് ഏതൊരു മഹാത്മാവിന്റെ മനസ്സിനെയാണോ വേദനിപ്പിച്ചത്? ആ രാമനെ കുറിച്ചായി പറയണത്. ഇതാ രാമൻ. നമ്മുടെ മനസ്സിലുള്ള ഒരു രാമൻ ഉണ്ടല്ലോ, അതവിടെ ഇരിക്കട്ടെ. നിങ്ങളൊരു പുതിയ രാമനെ പ്രതിഷ്ഠിക്കും. ഈ രാമൻ അതുകൊണ്ടാണ് പുരുഷോത്തമനാണ്, സർവാവയവ സമ്പന്നനാണ് ശ്രീരാമഭദ്രൻ എന്ന് നമ്മൾ പറയുന്നത്. നിർവ്യാജമായി ഞങ്ങളുടെ വീട്ടുകളിൽ എന്ത് വിഷമം വന്നാലും, ആപത്ത് വന്നാലും, വിപത്ത് വന്നാലും ആ രാമൻ ഞങ്ങളുടെ ആ ദുഃഖത്തിൽ പങ്കുചേരും. ഉത്സവാദികൾ വരുന്ന സമയത്ത് സന്തോഷത്തോടെ ഞങ്ങളുടെ കൂടെ ചേർന്ന് രസിക്കും. പൂപ്പുഞ്ചിരി പൊഴിച്ചുകൊണ്ടല്ലാതെ ഞങ്ങളോട് സംസാരിക്കാറില്ല. ഞങ്ങളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും രാമന്റെ മുഖത്ത് ഒരു ശുചിസ്മിത. നമ്മുടെ മുഖത്തോ അല്ലെ ഒരു സ്മിതാവസ്ഥ ഉണ്ടാകും എപ്പോഴും. ഈ മറ്റുള്ളവരോട് ഒരു സ്മിതഭാവത്തിലും അവനവനോട് കഠോരമായി പെരുമാറണമെന്നാണ് നിയമം. ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ വജ്രാദവി കഠോരാണി, അവനവനോടുള്ള പെരുമാറ്റത്തിൽ വജ്രം പോലെ കഠോരമായിരിക്കണം. 6 മണിക്ക് എഴുന്നേൽക്കണമെന്ന് തീരുമാനിച്ചാൽ അവനവന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ് അല്ല. മറ്റുള്ളവരോട് കുസുമാതതി, ഒരു പുഷ്പത്തിനോട്, ഒരു പനിനീർ പുഷ്പം എത്ര മൃദുലമാണോ അതുപോലെ മറ്റുള്ളവരോട് പെരുമാറണമെന്നാണ് ആചാര്യമതം. പക്ഷെ നമ്മൾ നേരെ തിരിച്ചിട്ടാണ്. അവനവന്റെ കാര്യത്തിൽ കുസുമാതതി, ഭാര്യയുടെ കാര്യത്തിൽ, ഭർത്താവിന്റെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ, മറ്റു കാര്യങ്ങളിലൊക്കെ വജ്രാദവി കഠോരാണി. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. ആരുടെ കാര്യത്തിൽ? മറ്റുള്ളവരുടെ കാര്യത്തിൽ. അവനവന്റെ കാര്യത്തിൽ ഏതും നീക്കുപോക്കിനും തയ്യാറാണ്. രാമൻ പൂപുഞ്ചിരി ഒഴിച്ചുകൊണ്ടല്ലാതെ സംസാരിക്കുക പതിവില്ല. യുക്തിയുക്തമായേ ഞങ്ങളുടെ രാമഭദ്രൻ ഞങ്ങളോട് സംസാരിക്കാറുള്ളൂ. യാതൊരു ദോഷവും ഞങ്ങൾക്ക് കാണാം. എന്തെങ്കിലും ഒരു ദോഷം കാണാൻ പറ്റണ്ടേ? നിങ്ങളൊരു ദോഷം കണ്ടെത്തി പറയൂ രാമനെതിരെ.
ആകെ 24,000 ശ്ലോകങ്ങളിൽ മുങ്ങിത്തുടിച്ചാൽ നമുക്ക് കിട്ടാവുന്നത് ഒരു സീതാപരിത്യാഗവും, ഇപ്പൊ ബാലിവധമൊക്കെ നിർത്തി, ഇതിപ്പോ ഒരു 5-10 വർഷമായിട്ട് കേൾക്കാനില്ല. പിന്നെ ഒരു ശംഭൂകവധമുണ്ട്. അതിപ്പോ എന്താണ് ആർക്കും പിടികിട്ടിയിട്ടൊന്നുമില്ല. എവിടെയോ ഇത് മനഃപ്പാഠം പഠിച്ചു വെച്ചിരിക്കുകയാണ് ശംഭൂകവധം. നിങ്ങൾ രാമായണം ആദ്യാവസാനം വായിക്കുകയാണെങ്കിൽ, അതായത് ആ ഗ്രന്ഥത്തിനോട് നീതി പുലർത്തി വായിക്കുകയാണെങ്കിൽ, ധർമ്മം എന്നുള്ള നിൽപ്പുതറയിൽ നിന്നുകൊണ്ട് രാമായണത്തെ വായിക്കുകയാണെങ്കിൽ, കാരണം അതിന്റെ കണ്ടന്റ് ധർമ്മമാണ്. വാൽമീകി രാമായണത്തിന്റെ ആദർശം, ഉള്ളടക്കം, അതിന്റെ കണ്ടന്റ് ധർമ്മമാണ്. അപ്പോൾ ആ ഗ്രന്ഥം വായിക്കുമ്പോൾ ധർമ്മത്തിന്റെ നിൽപ്പുതറയിൽ നിന്ന് ആ ഗ്രന്ഥം വായിക്കണം. കാരണം ആ ഗ്രന്ഥത്തിന്റെ ഉദ്ദേശം ഇതാ. ഈ പറയുന്ന ആശയം മനസ്സിലുണ്ടെങ്കിൽ സന്തോഷം. അല്ലാതെ എൻ്റെ ഭൗതിക ജീവിതത്തിലെ സുഖസമൃദ്ധമായ ജീവിതത്തിലെ AC മുറിയിൽ ഇരുന്നിട്ട് രാമായണം വായിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്ന് മൊത്തം കുറ്റം കണ്ടെത്താണ്ടാവും. എന്താണോ ഉള്ളം അതാണ് പുറത്ത് കാണുള്ളൂ. അല്ല, ശരിക്കും അങ്ങനെയാണ്. ഒരാളുണ്ടല്ലോ, 2 പേര് കൂടി ഒരു ഗ്രാമം തേടി യാത്ര ചെയ്യാം. അപ്പൊ ഇവർ 2 പേരും കുറേ യാത്ര ചെയ്തു. യാത്ര ചെയ്ത് ഒരു ഇടവഴിയിലൂടെ നടന്നു ചെന്നപ്പോൾ ഒരു ചെറിയ സ്ഥലം കണ്ടു. അവിടെ ഒരു ചെറിയ പഴയ ചായക്കടയുണ്ട്. പഴയ ചായക്കട അറിയാലോ, എല്ലാം ബാലേന്ദ്രമേനോനാണ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ, പിന്നെ ഡയറക്ഷൻ, എല്ലാം ബാലേന്ദ്രമേനോൻ. അപ്പൊ അങ്ങനെയുള്ള ചായക്കടകൾ, ഇദ്ദേഹം തന്നെ പണം ചോദിക്കും, ഇദ്ദേഹം തന്നെ ഓർഡർ എടുക്കും, ഇദ്ദേഹം തന്നെ ചായ ഉണ്ടാക്കും, ഇദ്ദേഹം തന്നെ പാത്രം കഴുകും, ഇദ്ദേഹം തന്നെയാണ് എല്ലാം. അങ്ങനെ ഒരു ചായക്കടയുടെ അടുത്തെത്തിയപ്പോൾ ഈ 2 പേരിൽ ഒരാൾ ചോദിച്ചു, അല്ല എനിക്ക് ഇന്ന ഗ്രാമത്തിലേക്കാണ് പോകേണ്ടത്, അവിടേക്ക് ഏതിലെയാണ് ഞാൻ പോകണ്ടേ എന്നും പറഞ്ഞു. നിങ്ങൾ നേരെ പോകുക, ആദ്യം തന്നെ ഇടതുവശത്തേക്ക് ആ വഴി കാണുന്ന, അല്ല നേരെ അങ്ങ് പോയാൽ മതി, അവിടെ എത്തിക്കോളും. ശരി. അതങ്ങ് നടന്ന് പെട്ടെന്ന് അയാൾക്ക് തോന്നി ആ നാട്ടുകാരെ കുറിച്ചൊന്നും അറിയണമല്ലോ. അപ്പൊ ചോദിച്ചു, അവിടുത്തെ നാട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്, നല്ല ആളുകളാണോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിച്ചത്. ഉടനെ ചായക്കടക്കാരൻ ചോദിച്ചു, അല്ല നിങ്ങളുടെ നാട്ടുകാരൊക്കെ എങ്ങനെയാ? ഒക്കെ മോശ, അവിടെ ആകെ ഒരാളെ നല്ലതുള്ള ആളിപ്പം ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്, എന്നാലും ഒക്കെ മോശമാണ്. അപ്പൊ ഈ ചായക്കടക്കാരൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ, നിങ്ങൾ ആരോടും പറയരുത്. ഇല്ല പറയൂ, ആ നാട്ടുകാരൊക്കെ മോശക്കാരാ. ഇദ്ദേഹം നടന്നു പോയി. ഇദ്ദേഹത്തിന് പിന്നാലെ മറ്റൊരാൾ വന്നു. അദ്ദേഹം ഇതേ ഗ്രാമ ചോദിച്ചത്. അപ്പോൾ ഈ ചായക്കടക്കാരൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ നേരെ പോകൂ, ഇടതുവശത്ത് ചെല്ലൂ, അങ്ങനെ നേരെ നടന്നു പൊക്കോളൂ, ആ ഗ്രാമത്തിലെത്തും. ഇദ്ദേഹവും ചോദിച്ചു, ആ നാട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ പറഞ്ഞു, ഈ ചായക്കടക്കാരൻ ഒരു മറുചോദ്യം ഉന്നയിച്ചു, നിങ്ങളുടെ നാട്ടുകാരെങ്ങനെയുണ്ട്? എൻ്റെ നാട്ടുകാരൊക്കെ നല്ല ആളുകളാണ്. അപ്പൊ ഈ ചായക്കടക്കാരൻ പറഞ്ഞു, ഞാൻ സത്യം പറയട്ടെ, ആ നാട്ടുകാര് നല്ല ആളുകളാണ്. അദ്ദേഹവും സന്തോഷത്തോടെ പോയി. ഇത് കേട്ട് ചായ കുടിച്ചിരുന്ന ആള് ചോദിച്ചു, അല്ലല്ല നിങ്ങളിപ്പോ 2 പേരോട് 2 ഉത്തരാണല്ലോ പറഞ്ഞത്, അതെന്തിനാ ഇങ്ങനെ 2 ഉത്തരം പറഞ്ഞത്? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഈ ആദ്യം ചോദിച്ച ആള് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ഉണ്ട്. അയാള് മൊത്തത്തിൽ ദോഷം മാത്രമേ കാണുള്ളൂ. അയാള് ദോഷം കാണുന്ന ആ ആൾക്ക് അവിടെ ചെന്നാൽ ദോഷമല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിൽ ചെന്നാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ദോഷവും കാണാം. പക്ഷേ അത് അദ്ദേഹത്തിന്റെ മനസ്സങ്ങനെയാണ്, യത് ഭാവോ തത് ഭവതി. പക്ഷെ രണ്ടാമത് ചെന്നയാള് എല്ലാത്തിലും ഒരു നന്മ കാണുന്നയാളാണ്. അയാൾക്ക് അവിടെ ചെന്നാൽ ഇനി ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും അയാൾ അതിൽ നല്ലത് മാത്രമേ കാണൂ. അതുകൊണ്ട് അത് ഓരോരുത്തരുടെ മനസ്സിനനുസരിച്ചാണ് ഓരോന്നിനും നോക്കിക്കാണുക. നിങ്ങൾ രാമായണം പഠിക്കാൻ തയ്യാറുണ്ട് എങ്കിൽ ആ ഗ്രന്ഥത്തിന്റെ നിൽപ്പുതറ ധർമ്മമാണ്. വാൽമീകി എഴുതിയത് തന്നെ ധർമ്മം ചര, ധർമ്മം എന്ന വേദതത്വത്തിന്റെ വിശദീകരണമാണ്. ശാശ്വത മൂല്യങ്ങൾ, ധർമ്മം എന്ന് പറഞ്ഞാൽ ആചരിക്കേണ്ട ഒന്നിനെയാണ് ധർമ്മം എന്ന് പറയുക, അതിനെ വാല്യൂസ് എന്നാണ് പറയുക. ഈ വാല്യൂസ് ഉണ്ടല്ലോ, അതാണ് രാമായണം. അതിന്റെ ഉദ്ദേശം അതാണ്. അവിടെ ചവിട്ടി നിന്നുകൊണ്ട് നമ്മൾ കാണണം. കാരണം നമ്മുടെ സ്റ്റാൻഡ് പോയിന്റ് തെറ്റിയാൽ വ്യൂ പോയിന്റ്